ഡിയർ സ്റ്റുഡൻസ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഫസ്റ്റ് മോഡ്യൂളിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ആണ് നോക്കാൻ പോകുന്നത്. അതിനകത്ത് വി വിൽ സ്റ്റാർട്ട് വിത്ത് ഫസ്റ്റ് പ്രോബ്ലം. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്: എ ടു ക്യാവിറ്റി ക്ലൈസ്ട്രോൺ ആംപ്ലിഫയർ ഹാസ് ദ ഫോളോയിങ് പാരാമീറ്റേഴ്സ്. V naught equal to 1000 volt, R naught equal to 40 kilo ohm, I naught equal to 25 milliampere, F equal to 3 gigahertz. പിന്നെ തന്നിട്ടുള്ള പാരാമീറ്റേഴ്സ് ഇതാണ്: ഗ്യാപ്പ് സ്പേസിംഗ് ഇൻ ഐദർ ക്യാവിറ്റി D equal to 1 millimeter, spacing between two cavities capital L equal to 4 centimeter, effective shunt resistance excluding beam loading RSH equal to 30 kilo ohm. Okay, so ഇത്രയും പാരാമീറ്റേഴ്സ് നമുക്ക് തന്നിട്ടുണ്ട്. We need to calculate 4 questions. First one, find the input gap voltage to give maximum voltage V2. Second one, find the voltage gain neglecting the beam loading in the output cavity. Third one, find the efficiency of the amplifier neglecting beam loading. And last one, calculate the beam loading conductance and show that neglecting it was justified in the preceding calculations. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടു ക്യാവിറ്റി ക്ലൈസ്റ്ററിൻ്റെ ഡിഫറെൻറ്റ് പാരാമീറ്റേഴ്സ് നമുക്കിവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഇതാണ്: വി നീഡ് ടു ഫൈൻഡ് V2. ഓക്കെ, V2 എന്ന് പറയുന്നത് ഇൻപുട്ട് ഗ്യാപ്പ് വോൾട്ടേജ് ആണ്. വി നീഡ് ടു ഫൈൻഡ് V1 ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഫൈൻഡ് ദ ഇൻപുട്ട് ഗ്യാപ്പ് വോൾട്ടേജ് ടു ഗിവ് മാക്സിമം വോൾട്ടേജ് V2. സോ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്താണ്? ഇൻപുട്ട് ഗ്യാപ്പ് വോൾട്ടേജ് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. ഓക്കെ, ഇനി രണ്ടാമത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് എന്താണ്? വോൾട്ടേജ് ഗെയിൻ കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, മൂന്നാമത് എന്താണ്? എഫിഷ്യൻസി. നാലാമത്തത് ബീം ലോഡിംഗ് കണ്ടക്ടൻസ്. സോ ഈ 4 പാരാമീറ്റേഴ്സ് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. അതിനകത്ത് നമ്മൾ ഓൾറെഡി കുറേ ഡെറിവേഷൻസും കാര്യങ്ങളും നോക്കിയിട്ടുണ്ടായിരുന്നു. ആ ഡെറിവേഷൻസിനകത്ത് നമ്മൾ പല ഇക്വേഷൻസ് നമ്മൾ വന്നു പോയിരുന്നു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഇപ്പോൾ പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ചെയ്യേണ്ടത് ആ ഡെറിവേഷൻസിലേക്ക് നോക്കിയിട്ട്, അല്ലെങ്കിൽ ആ ഡെറിവേഷൻസിലേക്ക് പോയി നോക്കിയിട്ട് അതിനകത്ത് ഈ ഇക്വേഷൻസ് ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞാനൊരു പ്രോബ്ലം, ഇപ്പോൾ ഫസ്റ്റ് പ്രോബ്ലം ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം. ഇക്വേഷൻസും കാര്യങ്ങളും നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്ത് വെക്കും. ബാക്കി കാൽക്കുലേഷൻസ് നിങ്ങൾ ചെയ്തോണം, സിംപ്ലിഫൈ ചെയ്തോണം. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ ചെയ്യാനുള്ളത് തന്നിരിക്കുന്ന പാരാമീറ്റേഴ്സ് ആസ് സച്ച് എടുത്ത് എഴുതി വെക്കുക. ഓക്കെ, നിങ്ങൾ സൊല്യൂഷൻ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ എന്ത് ചെയ്യണം? തന്നിരിക്കുന്ന പാരാമീറ്റേഴ്സിനെ ഫസ്റ്റ് എന്ത് ചെയ്യണം? ലിസ്റ്റ് ഔട്ട് ചെയ്ത് ഇങ്ങനെ എഴുതി വെക്കുക. ഗിവൺ V naught equal to 1000 volt, I naught equal to 25 milliampere, D equal to 1 millimeter, L equal to 4 centimeter, RSH equal to 30 kilo ohm, R naught equal to 40 kilo ohm, F equal to 3 gigahertz. So ഈ തന്നിരിക്കുന്ന പാരാമീറ്റേഴ്സ് ഓരോന്നും എന്ത് ചെയ്യുക? ലിസ്റ്റ് ഔട്ട് ചെയ്യുക. ഓക്കെ, ഇനി ഫസ്റ്റ് പ്രോബ്ലം എടുക്കാം, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എടുക്കാം. എന്താണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? We need to calculate V1. Okay, find the input gap voltage V1 to give maximum voltage V2. ഇതാണ് നമ്മളടുത്ത് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാവണം, നമുക്ക് എന്താണ് ഫൈനലി നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനകത്ത് ചോദിച്ചിരിക്കുന്നത്? We need to find V1. Okay, V1 to get maximum V2. V1 എന്ന് പറയുന്നത് എവിടെയാണ്? ആ ഇൻപുട്ട് ഗ്യാപ്പിൻ്റെ അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ആണ് V1 എന്ന് പറയുന്നത്. ഇനി ടു ഗിവ് മാക്സിമം വോൾട്ടേജ് V2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ V2 എവിടെയാണ് വരുന്നത്? ശരിക്കും നമ്മുടെ ഔട്ട്പുട്ട് ക്യാവിറ്റിയിലേക്കാണ് നമുക്ക് V2 വരുന്നത്, അല്ലെങ്കിൽ അവിടെയാണ് നമുക്ക് എന്ത് വരുന്നത്? V2 വരുന്നത്. അപ്പോൾ മാക്സിമം V2 കിട്ടാൻ വേണ്ടിയിട്ടുള്ള V1 നമ്മൾ എന്ത് ചെയ്യണം? കാൽക്കുലേറ്റ് ചെയ്യണം. V2 മാക്സിമം കിട്ടണമെങ്കിൽ V1ഉം മാക്സിമം ആയിരിക്കണം. ഓക്കെ, ക്ലിയർ ആയോ? V1ൻ്റെ ഒരു പ്രൊപ്പോർഷനാണ് എവിടെ എത്തുന്നത്? V2ലേക്ക് ചെന്ന് കയറുന്നത്. ഓക്കെ, V2 മാക്സിമം ആവണമെങ്കിൽ എന്തും മാക്സിമം ആയിരിക്കണം?
V1 മാക്സിമം ആയിരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? V1 മാക്സിമം കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, ആസ് പെർ ദ ഡെറിവേഷൻ വി നോ V1 മാക്സിമം അല്ലെങ്കിൽ V1 കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്താണ്? നമ്മൾ ഡെറിവേഷൻസിനകത്ത് നോക്കിയിട്ടുള്ളതാണ്. ആ ഇക്വേഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ദേ മാക്സിമം ഇൻപുട്ട് വോൾട്ടേജ് V1നെ നമുക്ക് ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം. ഇറ്റ്സ് ഗിവൺ ബൈ V1 മാക്സിമം ഈക്വൽ ടു 2 ഇൻറ്റു V0 ഇൻറ്റു എക്സ് ഡിവൈഡഡ് ബൈ ബീറ്റ ഐ ഇൻറ്റു തീറ്റ നോട്ട്. ഇതാണ് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ? V1 മാക്സ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിനകത്ത് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ പാരാമീറ്റേഴ്സ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് നോക്കിയേ. ഇതിനകത്ത് V0 തന്നിട്ടുണ്ട് അല്ലേ? V0 എത്രയാണ്? 1000 വോൾട്ട് ആണ് V0 എന്ന് പറയുന്നത്, ശരിയല്ലേ? V0 ഗിവൺ V0 ഈക്വൽ ടു 1000 വോൾട്ട്. എക്സ് നമുക്കറിയാം മാക്സിമം, അതായത് V2 മാക്സിമം ആവണമെങ്കിൽ J1 ഓഫ് എക്സ് മാക്സിമം ആവണം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ ആ ഡെറിവേഷനിൽ പറഞ്ഞതാണ്. വേറെ J1 ഓഫ് എക്സ് എന്ന് പറയുന്നത്, അതായത് J1 ഓഫ് എക്സ് മാക്സിമം ആവുന്നത് എപ്പോഴാണ്? എക്സിൻ്റെ വാല്യൂ 1.841 ആവുന്ന സമയത്താണ് J1 ഓഫ് എക്സ് മാക്സിമം ആവുന്നത്. ഓക്കെ, അപ്പോൾ J1 ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്ത് ഫംഗ്ഷൻ ആയിരുന്നു? ബെസൽ ഫംഗ്ഷനാണ്. സോ ഒന്നുകൂടി പറയാം, എക്സ് എന്ന് പറയുന്നത് ശരിക്കും എങ്ങനെ നമുക്കറിയാൻ പറ്റും? നമുക്ക് V2 മാക്സിമം ആവണം. V2 മാക്സിമം ആവണമെങ്കിൽ V1 മാക്സിമം ആവണം. ഓക്കെ, സോ ഇത് മാക്സിമം ആവണം എന്നുണ്ടെങ്കിൽ ഇതെന്ത് ചെയ്യണം? J1 ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷനും മാക്സിമം ആയിരിക്കണം. ഓക്കെ, എപ്പോഴാണ് J1 ഓഫ് എക്സ് മാക്സിമം ആവുന്നത്? വെൻ എക്സ് ഈക്വൽ ടു 1.841. സോ നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? എക്സിന് 1.841 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, ഇനിയുള്ള അൺനോൺ പാരാമീറ്റേഴ്സ് ഏതൊക്കെയാണ്? ബീറ്റ ഐയും തീറ്റ നോട്ടും. അപ്പം നമ്മൾ എന്ത് വേണം? ബീറ്റ ഐയും തീറ്റ നോട്ടും കാൽക്കുലേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? V1 മാക്സിമം നമുക്ക് ഫർദർ പ്രൊസീഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഇക്വേഷൻ എഴുതി വെച്ചിട്ട് കാര്യമില്ല. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നേരെ എന്താ ചെയ്യുക? പ്രയറായിട്ട് എന്തൊക്കെ കാൽക്കുലേറ്റ് ചെയ്യണം? ബീറ്റ ഐ കാൽക്കുലേറ്റ് ചെയ്യണം, തീറ്റ നോട്ട് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യം നമുക്ക് എനിവേ ബീറ്റ ഐയും തീറ്റ നോട്ടും കാൽക്കുലേറ്റ് ചെയ്യണം. ഫസ്റ്റ് നമുക്ക് ബീറ്റ ഐ കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി ബീറ്റ ഐ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ബീറ്റ ഐ എന്ന് പറയുന്നത് എന്താണ്? ബീറ്റ ഐ എന്ന് പറയുന്നത് ബീം കപ്ലിംഗ് കോഎഫിഷ്യൻ്റ് ആണ് ബീറ്റ ഐ എന്ന് പറയുന്നത്. സോ ബീറ്റ ഐ എന്ന് പറയുന്നത് എന്താണ്? ബീം കപ്ലിംഗ് കോഎഫിഷ്യൻ്റ് ആണ്. ഇറ്റ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് beta is equivalent to beta naught. Okay, that is equal to sine of theta g by 2 divided by theta g by 2. അപ്പം നിങ്ങൾക്ക് അതിൽ നിന്ന് ഒരു കേസ് മനസ്സിലായല്ലോ. ഈ ബീറ്റ ഐ അല്ലെങ്കിൽ ബീറ്റ നോട്ട് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ എനിക്കിനി എന്തറിയണം? തീറ്റ ജി അറിയണം അല്ലേ? അപ്പോൾ എനിക്ക് തീറ്റ ജി അറിഞ്ഞെങ്കിലേ ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. എന്താണ് തീറ്റ ജി? തീറ്റ ജി എന്ന് പറയുന്നത് മറന്നുപോയോ? ഇതെന്ന് പറയുന്നത് ഗ്യാപ്പ് ട്രാൻസിറ്റ് ആംഗിൾ ആണ്. എന്ത്? തീറ്റ ജി എന്ന് പറയുന്നത്. സോ തീറ്റ ജി ഈസ് ദ ഗ്യാപ്പ് ട്രാൻസിറ്റ് ആംഗിൾ. അങ്ങനെയാണെങ്കിൽ തീറ്റ ജിനെ എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? ഒമേഗ ഇൻറ്റു ഡി ബൈ വി നോട്ട്. വി ഹാവ് സീൻ ദ സെയിം ഇക്വേഷൻ ഇൻ ഡെറിവേഷൻ, ശരിയല്ലേ? വെലോസിറ്റി മോഡുലേഷൻ്റെ ഡെറിവേഷൻ ഓർമ്മയില്ലേ എല്ലാവർക്കും? സോ ഒമേഗ ഇൻറ്റു ഡി ബൈ വി നോട്ട്. അങ്ങനെയാണെങ്കിൽ ഒമേഗയുടെ വാല്യൂ നമുക്കറിയാം 2πf ആണ്. d by V0. F എന്ന് പറയുന്നത് ഫ്രീക്വൻസി ആണ്, വിച്ച് ഇസ് ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ. D is എന്താണ്? D is the gap spacing in between in either cavity. രണ്ട് ക്യാവിറ്റിക്ക് ഇടയിലുള്ള അല്ലെങ്കിൽ രണ്ട് ക്യാവിറ്റിയിലുള്ള ഗ്യാപ്പ് സ്പേസിംഗ് ആണ് D എന്ന് പറയുന്നത്. V എന്ന് പറയുന്നത് ഇലക്ട്രോണിൻ്റെ വെലോസിറ്റി ആണ്. അപ്പോൾ ഇത് നമുക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് F അറിയാം, D അറിയാം, ബട്ട് വെലോസിറ്റി നമുക്കറിയോ? ഇല്ല. സോ നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് വെലോസിറ്റിയുടെ ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. നമുക്കറിയാം ഇലക്ട്രോൺ വെലോസിറ്റി എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? V0 ഈക്വൽ ടു 0.593 ഇൻറ്റു 10⁶ ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് ക്യാപിറ്റൽ V0 എന്ന് പറഞ്ഞ് എക്സ്പ്രസ് ചെയ്യാം. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു നമുക്ക് വാല്യൂസ് എല്ലാം അറിയാലോ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ആൻഡ് വി വിൽ ഗെറ്റ് ദിസ് ആൻസർ. സോ ഇൻ ബിറ്റ്വീനുള്ള സ്റ്റെപ്സ് ഞാൻ ആഡ് ചെയ്തിട്ടില്ല, അത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആണ്. എന്ത് ചെയ്യണം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. നിങ്ങൾ എന്ത് ചെയ്യുക? കാൽക്കുലേറ്ററിൽ ബാക്കി ഈ വാല്യൂസ് തന്നിട്ടുണ്ട്, എടുത്തു വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഈ ആൻസർ കിട്ടുന്നുണ്ടോ എന്നുള്ളത് എൻഷുർ ചെയ്യുക. ഓക്കെ,
സോ വൺസ് നിങ്ങൾക്ക് വി നോട്ട് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് എഴുതാൻ പറ്റും, എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം, ഗ്യാപ്പ് ട്രാൻസിറ്റ് ആംഗിൾ തീറ്റ ജി കാൽക്കുലേറ്റ് ചെയ്തൂടെ. അപ്പോൾ ഇവിടെ വി നോട്ടിൻ്റെ ഒരു കുറവ് മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. സോ മോളിൽ നിന്ന് എന്ത് കിട്ടി, വി നോട്ട് കിട്ടി. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സിംപ്ലിഫൈ ചെയ്യുക, സോൾവ് ചെയ്യുക, ആൻഡ് യു വിൽ ഗെറ്റ് ആൻസർ ആസ് 1 റേഡിയൻസ്. ഓക്കെ, നമ്മൾ ആംഗുലർ ഗ്യാപ്പ് ട്രാൻസിറ്റ് ആംഗിൾ ആണ്. ഈ ഗ്യാപ്പ് ട്രാൻസിറ്റ് ആംഗിൾ എന്ന് പറയുന്നത് റേഡിയൻസിലാണ് നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നത്, എക്സ്പ്രസ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? സോ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആംഗിൾ എന്ന് പറയുന്നത് 1 റേഡിയൻ ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഈ ആൻസർ കിട്ടുന്നുണ്ട് എന്നുള്ളത് എൻഷുർ ചെയ്യുക. ഓക്കെ, വൺസ് നമുക്ക് തീറ്റ ജി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, നേരത്തെ ആ ബീറ്റയുടെ ഇക്വേഷനിൽ തീറ്റ ജിയുടെ ഒരു കുറവായിരുന്നു, അതായത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ആൻഡ് യു നീഡ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് ബീറ്റ ഐ, ആൻഡ് ദ വാല്യൂ ഓഫ് ബീറ്റ ഐ ഈസ് 0.952. ഓക്കെ, ചെയ്ത് നോക്കുക. ഞാനിവിടെ ആൻസർ മാത്രമേ എഴുതി വെച്ചിട്ടുള്ളൂ. നിങ്ങൾ വേണം എന്ത് ചെയ്യാൻ, ഈ കിട്ടിയ വാല്യൂ എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി അപ്പോൾ നമുക്ക് എന്തായി, V1 മാക്സിനകത്തുള്ള ബീറ്റ ഐ നമുക്ക് കിട്ടിയല്ലോ. ഇനി എന്തും കൂടെ വേണം, തീറ്റ നോട്ട് വേണം അല്ലേ. സോ V1 മാക്സിനകത്തുള്ള ബീറ്റ ഐ നമുക്ക് കിട്ടി. ഇനി തീറ്റ നോട്ട് വേണം. ഇനി തീറ്റ നോട്ട് എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ്സ് എ DC transit angle between the cavities. Okay, so it can be expressed as theta naught equal to omega into T naught, which is equal to omega into L by V naught. എന്ത് ചെയ്താൽ മതി, എല്ലാ പാരാമീറ്റേഴ്സും നോൺ അല്ലേ. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ 40 റേഡിയൻസ് ആണോ എന്നുള്ളത് എൻഷുർ ചെയ്യുക. ഓക്കെ, വൺസ് ഈ വാല്യൂസ് എല്ലാം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി എന്ത് ചെയ്യണം, ഈ വാല്യൂസ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ആൻഡ് യു നീഡ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് V1 മാക്സ്. ആൻസർ കിട്ടുന്നത് 96.5 വോൾട്ട് ആണ്. ഞാൻ ഫൈനൽ ആൻസർ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇൻ ബിറ്റ്വീൻ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്ത് നോക്കി കിട്ടുന്നോ ഇല്ലയോ എന്നുള്ളത് എൻഷുർ ചെയ്യുക. ഓക്കെ, ഇനി നമ്മൾ ഫസ്റ്റ് കാൽക്കുലേഷൻ കഴിഞ്ഞ് സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു, വി നീഡ് ടു ഫൈൻഡ് ദ വോൾട്ടേജ് ഗെയിൻ. ഓക്കെ, so voltage gain can be found using the equation AV equal to beta naught square into theta naught by R naught into J1 of x by x into RSH. ക്വസ്റ്റ്യനകത്ത് നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്, ക്വസ്റ്റ്യനകത്ത് നമുക്ക് RSH തന്നിട്ടുണ്ട്, എക്സ് J1 of x തൊട്ട് മുന്നേ ഞാൻ പറഞ്ഞിരുന്നു. ഇതൊക്കെ നമ്മൾ ബൈ ഹേർട്ട് ചെയ്ത് വെക്കേണ്ട വാല്യൂസ് ആണ്. പിന്നെ ആർ നോട്ട് ക്വസ്റ്റ്യനിലുണ്ട്, ബീറ്റ നോട്ട് തൊട്ട് മുന്നേ കാൽക്കുലേറ്റ് ചെയ്തു, തീറ്റ നോട്ടും കാൽക്കുലേറ്റ് ചെയ്തു. സോ അങ്ങനെയാണെങ്കിൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ അല്ലേ ഉള്ളൂ. ആൻഡ് ഫൈൻഡ് ദ വാല്യൂ ഓഫ് AV. നമുക്ക് കിട്ടുന്ന വാല്യൂ ഇതായിരിക്കും. ആൻസർ ഇതാണോ എന്നുള്ളത് റീചെക്ക് ചെയ്യും. ഓക്കെ, നൗ ഗോയിങ് ടു ദ തേർഡ് വൺ, വി നീഡ് ടു ഫൈൻഡ് ദ എഫിഷ്യൻസി ഓഫ് ദ ആംപ്ലിഫയർ. എഫിഷ്യൻസി ഓഫ് ദ ആംപ്ലിഫയർ ക്യാൻ ബി ഫൗണ്ട് യൂസിങ് ദിസ് ഇക്വേഷൻ. ഓക്കെ, സോ ഈ ഒരു ഇക്വേഷനകത്ത് നിന്ന് നമുക്ക് എന്ത് നോൺ ആണ്, ഫെമിലിയർ ആണ്. ഐ നോട്ടും വി നോട്ടും ഫെമിലിയർ ആണ്, ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട്. ബീറ്റ നോട്ട് നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ നമുക്കറിയാം. പക്ഷേ രണ്ട് പാരാമീറ്റേഴ്സ് അൺനോൺ അല്ലേ, ഏതൊക്കെയാണ്, I2 V2. പക്ഷേ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ നമ്മളൊരു ഇൻപുട്ട് എന്ന് വെച്ചാൽ ഔട്ട്പുട്ട് പവർ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ, അല്ലെങ്കിൽ ഔട്ട്പുട്ട് കറണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഇക്വേഷൻസ് നമ്മൾ നോക്കിയിരുന്നു. ആ ഒരു ഇക്വേഷൻസിനകത്ത് I2ൻ്റെയും V2ൻ്റെയും ഇക്വേഷൻസ് നിങ്ങൾക്ക് ഞാൻ തന്നിട്ടുണ്ട്. ഓക്കെ, ഒന്ന് മറിച്ച് നോക്കിയേ എല്ലാവരും. ഇക്വേഷൻ ഉണ്ടോ നോക്കിയേ. I2 എന്ന് പറയുന്നത് 2I0 ഇൻറ്റു J1 of x, V2 എന്ന് പറയുന്നത് ബീറ്റ നോട്ട് ഇൻറ്റു I2 ഇൻറ്റു RSH. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനകത്ത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ. ചെയ്തിട്ട് ഫൈൻഡ് ദ ആൻസർ ഓഫ് ദിസ്. ഓക്കെ, ഇത് കിട്ടുന്നുണ്ട് എന്നുള്ളത് എൻഷുർ ചെയ്യുക. ആൻഡ് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന എഫിഷ്യൻസി എന്ന് പറയുന്നത് ദിസ് ഇസ് ദ 46.2% efficient. Okay, and ഈ ക്വസ്റ്റിനകത്തുള്ള ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു, ലാസ്റ്റ് സെഷൻ എന്തായിരുന്നു, വി നീഡ് ടു ഫൈൻഡ് ബീം ലോഡിംഗ് കണ്ടക്ടൻസ് GB എന്ന് പറയുന്ന പാരാമീറ്റർ. സോ GBയുടെ ഇക്വേഷൻ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നതാണ്. GB ഈക്വൽ ടു G0/2 ഇൻറ്റു ദിസ് ടേം. ഓക്കെ, ഇതിനകത്ത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഏറെക്കുറെ എല്ലാ ടേംസും നമുക്ക് ഫെമിലിയർ ആണ്. G0 എങ്ങനെ കിട്ടും, G0നെ 1/R0 എന്നും പറഞ്ഞ് നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. 1/R0 എന്ന് പറഞ്ഞ് എക്സ്പ്രസ് ചെയ്യുവാണെങ്കിൽ R0 നമുക്ക് നോൺ ആണ്. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും, GB കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്യുകയാണ്, നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യനകത്ത് ഇങ്ങനെയായിരുന്നു കണ്ടീഷൻ പറഞ്ഞത്, കാൽക്കുലേറ്റ് ദ ബീം ലോഡിംഗ് കണ്ടക്ടൻസ് ആൻഡ് ഷോ ദാറ്റ് നെഗ്ലക്റ്റിംഗ് ഇറ്റ് വാസ് ജസ്റ്റിഫൈഡ് ഇൻ ദ പ്രിസീഡിങ് കാൽക്കുലേഷൻ. ഓക്കെ, അതായത് ബീം ലോഡിംഗ് നെഗ്ലക്റ്റ് ചെയ്തിട്ടാണ് എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യാൻ മൂന്നാമത്തെ കേസിൽ പറഞ്ഞിരുന്നത്. ഓക്കെ,
അത് ജസ്റ്റിഫൈഡ് എന്നുള്ള ഒരു കൺസെപ്റ്റാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന നമ്മൾ RL ഉണ്ട്, RSHO ഉണ്ട്, അല്ലെങ്കിൽ അതേപോലെ എഫക്റ്റീവ് ഷണ്ട് റെസിസ്റ്റൻസ് RSH ഉണ്ട്. ഇതൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ബീം ലോഡിംഗ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ലൈക്ക് എൻ ഓപ്പൺ സർക്യൂട്ട്. അത് കാരണം ഓപ്പൺ സർക്യൂട്ട് ആയത് കാരണം നമുക്ക് ആ ഇക്വലൻസ് സർക്യൂട്ട് എടുക്കുമ്പം ബീം ലോഡിംഗ് ഓപ്പൺ സർക്യൂട്ട് ആയത് കാരണം ഇതിനെ നെഗ്ലക്റ്റ് ചെയ്താലും അതിൻ്റെ ഒരു എഫക്റ്റ് ഇതിനകത്ത് കയറി വരില്ല. ഓക്കെ, സോ ആ രീതിയിൽ നമുക്കിതിനെ ജസ്റ്റിഫൈ ചെയ്യാം. ഇതാണ് നമ്മുടെ ഈ ഒരു പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇതിനകത്ത് ഇതേപോലെ നമുക്ക് യൂണിവേഴ്സിറ്റി എക്സാമിന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്, സെയിം പ്രോബ്ലം ചോദിച്ചിട്ടുണ്ട്, അതേപോലെ സെയിം ക്വസ്റ്റ്യൻസ് അതിനകത്ത് വാല്യൂസ് ഒന്ന് ചേഞ്ച് ചെയ്തും ചോദിച്ചിട്ടുണ്ട് എക്സാമിന്. ഓക്കെ, സോ ഇത്രയും ചെയ്തതിന് ശേഷം എന്നാ ചെയ്യുക, നിങ്ങൾ ഈ പ്രോബ്ലംസ് ചെയ്ത് നോക്കുക, എന്നിട്ട് ഇത് സിംപ്ലിഫൈ ചെയ്ത് ഇൻ ബിറ്റ്വീനുള്ള സ്റ്റെപ്സ് എല്ലാം എടുത്തിട്ട് വേണം, എല്ലാം ചെയ്ത് എടുത്തിട്ട് വേണം എനിക്ക് എന്ത് ചെയ്യാനായിട്ട്, ഹോംവർക്ക് അല്ലെങ്കിൽ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ.